നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടമലയാർ കനാൽ കേസിൽ ഉദ്യോഗസ്ഥരടക്കം 48 പേർ കുറ്റക്കാരെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ചാലക്കുടി വലത് കനാൽ പുനരുദ്ധാരണത്തിലാണ് അഴിമതി. പനി ബാധിതരുടെ എണ്ണമേറുന്നു. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ഇന്ത്യപ്പൊളി സംസ്ഥാന കലോത്സവത്തിന് കുന്നംകുളത്ത് ഇന്ന് സമാപനം. 3000-ഓളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിന്റെ ഭാഗമായത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CB രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യാത്രാ ദുരിതം സമ്മാനിച്ച് തൃശൂർ അഞ്ചേരിച്ചിറ MR റോഡ്. മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പ്രദേശവാസികൾക്ക് തീരാ ദുരിതമാവുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാന മന്ത്രിസഭയിൽ പുതുതായി അംഗമാകുന്ന OR കേളുവിന്റെ സത്യപ്രതിജ്ഞ നാളെ. രാജ്ഭവൻ ഹാളിലെ നാളെ വൈകിട്ട് 4-നാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കർശന നിർദ്ദേശത്തിൽ സീറോ മലബാർ സിനഡ് അയവ് വരുത്തി. ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രൂപത്തിൽ അർപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ബസിനുള്ളിൽ മാലമോഷണത്തിന് ശ്രമിച്ച യുവതിയെ ബസ് യാത്രക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയായ ഗായത്രിയാണ് പിടിയിലായത്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയ സംഭവത്തിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. ലഹരി കടത്തുകേസിൽ ശിക്ഷിക്കപ്പെട്ട മട്ടാഞ്ചേരി സ്വദേശി അനീഷിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ പിടികൂടിയത്. ഭിന്നശേഷി സൌഹാർദ്ദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ സംസ്ഥാനതല കൺവെൻഷൻ മന്ത്രി തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. ആമ്പലൂർ ജംഗ്ഷന് സമീപം നീർത്തടത്തിൽ ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പ്രദേശവാസികൾ. ചിറ്റിലപ്പള്ളി സെന്ററിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച യുവതിക്ക് പരിക്കേറ്റു. ചിറ്റിലപ്പള്ളി കുന്നത്ത് ലിജോയുടെ ഭാര്യ ശീതളിനാണ് പരിക്കേറ്റത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 6ാം സംസ്ഥാന സമ്മേളനം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കും. തിങ്കളാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും. തെക്കങ്കര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. +1 സപ്ലിമെന്ററിക്ക് മുൻപ് അലോട്ട്മെന്റ് കഴിഞ്ഞ ഒഴിവുകളിലേക്ക് കുട്ടികൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ പ്രവർത്തകരും പുന്നൂർ പഞ്ചായത്ത് അംഗവുമായ അസീസ് മന്ദലാങ്കുന്ന. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ +1 ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ അനുവദിക്കണമെന്നും ആവശ്യം. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് അൻസാർ സ്കൂളിൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ നടത്തിയ മെഗാ വായന വേറിട്ടതായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി ഹംസ, വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് BJP ഇൻഡസ്ട്രിയൽ സെൽ യോഗാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. BJP ജില്ലാ സെക്രട്ടറി NR റോഷൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി TV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 7ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഞായറാഴ്ച തൃശൂർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ചെലകര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് SSLC പരീക്ഷയിൽ 100% വിജയം. 355 പേർ ആദ്യവും ശേഷം 9 വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതുകയും ചെയ്തതോടെയാണ് സ്കൂൾ 100% വിജയം നേടിയത്. നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം. കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകരാണ് പ്രതിഷേധിച്ചത്.
തൃശൂർ കോർപ്പറേഷന്റെ വക കുരിയച്ചിറയിലെ 8 ഏക്കർ സ്ഥലത്ത് കോർപ്പറേഷന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഓഫീസ് നിർമ്മിക്കണമെന്ന് കുരിയച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ വാർഷിക യോഗത്തിൽ പ്രസിഡന്റ് പോൾ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം. കുന്നംകുളം ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 1:30യോടെയാണ് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസവും കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനായ വർക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കേസിയുടെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് നിർമ്മിച്ച ഡോഗ് ഷെൽട്ടറിന് അനുമതി വൈകിപ്പിക്കുന്നതായി ഭാരവാഹികൾ. ലൈസൻസ് തന്നില്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവന്ന നായ്ക്കളെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുമെന്ന് ഭാരവാഹികൾ. മരോട്ടിച്ചാലിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പാടമഴി സ്വദേശി ആച്ചേരിക്കുടിയിൽ പൌലോസിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് സെന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ക്ലബ്ബുകളുടെയും യോഗ, മ്യൂസിക് ഡേ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ബയോകെമിസ്ട്രി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബാബു ടി.ഡി. ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പുല്ലൂർ കോളനിയിലെ കിണർ നവീകരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവും മുല്ലശ്ശേരി പഞ്ചായത്ത് 2ാം വാർഡ് അംഗവുമായ ടി.ജി. പ്രവീണിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ബി.ജെ.പി. മണലൂർ മണ്ഡലം കമ്മിറ്റി. പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബി.ജെ.പി. നേതാക്കൾ. ഇടതുമുന്നണി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2ാം വാർഡ് അംഗം ടി.ജി. പ്രവീൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് 2ാം വാർഡ് അംഗവും പൊതുപ്രവർത്തകനുമായ ടി.ജി. പ്രവീണിനെതിരെ ഇടതുമുന്നണി നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധ പ്രകടനം. പൊയ്യ പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി.കെ. കുട്ടൻ അധ്യക്ഷനായി. കിടങ്ങൂർ സ്വദേശിയായ യുവാവ് ഗൾഫിൽ മരണപ്പെട്ടു. മരത്തങ്കോട് കിടങ്ങൂർ കൊട്ടാരപ്പാട്ട് സോമന്റെ മകൻ 28 വയസ്സുള്ള ശില്പി സാഗറാണ് ഫുജിറയിൽ മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തളർന്നു വീണ മധ്യവയസ്കനെ രക്ഷപ്പെടുത്തി. ഐസ്ക്രീം കച്ചവടക്കാരനായ നിഷാദ് വരവൂർ. കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയോരത്ത് തളർന്നു വീണ തിരുവനന്തപുരം സ്വദേശിയെയാണ് രക്ഷപ്പെടുത്തിയത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.